ഹലോ, ഇന്നൊരു ടേസ്റ്റി ചിക്കൻ കറി റെസിപ്പിയാണ് കേട്ടോ. മലനാടൻ ചിക്കൻ കറി. പേര് കേട്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇത് നാടൻ ചിക്കൻ കറി പ്ലസ് മലബാറി ചിക്കൻ കറീൻ്റെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതിന് ഞാൻ തന്നെ ഇട്ട പേരാണ് മലനാടൻ ചിക്കൻ കറി. ഞങ്ങളുടെ വീട്ടിൽ സാധാ ചിക്കൻ കറി ഉണ്ടാക്കും, ഇങ്ങനെ ഉണ്ടാക്കും. ഇതും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പ്രധാനമായിട്ട് കപ്പയ്ക്കൊപ്പവും അതേപോലെ തന്നെ പൊറാട്ടയ്ക്കൊപ്പമൊക്കെയാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കി കഴിക്കാറ്. ഇന്ന് നല്ല നാടൻ കപ്പയുടെ അപ്പാട്ടോ ഈ ചിക്കൻ കറി ഞങ്ങൾ കഴിച്ചിട്ടുള്ളത്. ചിക്കൻ കറി ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്താണ്. പിന്നെ വേണ്ടത് 2 തക്കാളി, സവാള, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതൊക്കെ ആവശ്യത്തിനാണ് കേട്ടോ എടുക്കേണ്ടത്. അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച്. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. പച്ചമുളകും അതേപോലെ ചെറിയുള്ളിയും കൂടെ ചതച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുക്കുക. പിന്നെ തക്കാളി അരിയുക, ഉള്ളിയും അരിയുക. ഞാൻ ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്. വലിയ നീളം കഷ്ണങ്ങളാക്കിയാൽ പെട്ടെന്ന് വയന്ന് കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതാണ് കേട്ടോ അത്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മുളക് പൊടി ഒരു 2-2.5 ടീസ്പൂൺ എടുക്കുക. അതൊക്കെ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള എരിവിനനുസരിച്ചാണ് കേട്ടോ എടുക്കേണ്ടത്. എന്തായാലും ഇവിടെ 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ചിക്കൻ മസാലയാണ് ഈ കാണുന്നത്. ചിക്കൻ മസാല, മല്ലിപ്പൊടി ഇടുന്നില്ല കേട്ടോ. ചിക്കൻ മസാല, ഇത് പെരുംജീരകം പൊടിയാണ്. ഇതും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതാണ് അടുത്തായിട്ട് ചേർക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുക. എന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി കൊടുക്കുക. കൈകൊണ്ട് ഇളക്കാൻ പറ്റാത്തൊരു സ്പൂൺ കൊണ്ട് ഇളക്കിയാലും മതി. ചില ആൾക്കാർക്ക് മുളക് പൊടിയിലൊക്കെ കൈ കൊണ്ട് തിരുമ്മി കഴിഞ്ഞാൽ കൈയിൻ്റെ അവിടെയൊക്കെ പുകയണ പോലെ തോന്നും. അതുകൊണ്ട് അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ അതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് എരിവ് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഫ്രിഡ്ജിനുള്ളിലോ പുറത്തോ എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ വെക്കുക. നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോൾ നന്നായിട്ട് മസാല പിടിക്കണം കേട്ടോ. അതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ എന്താണോ വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. ഈ ചട്ടിയുടെ അടിഭാഗം കരിഞ്ഞതാട്ടോ. അത് എത്ര ഒഴിച്ചിട്ടും പോണില്ല. പണ്ടെന്തോ വെച്ച് കരിഞ്ഞു പോയതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യൊന്നും വേണ്ട, ഒരു ശാലോ ഫ്രൈ ആയാൽ മതി. കാരണം ഇത് കറി കടന്ന് പിന്നെയും വേവേണ്ടതാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കി കഴിക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ തിന്നാൻ. ഉപ്പ് നോക്കി ലാസ്റ്റ് ചിക്കൻ ഉണ്ടാവില്ല, ആ അവസ്ഥയാവും. എന്തായാലും ചിക്കൻ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ശാലോ ഫ്രൈ ആയാൽ മതിയേ. നന്നായിട്ടെന്ന് ഞാൻ ഒരു ഓളത്തിനായിട്ട് പറഞ്ഞതാണ്. ഇതിപ്പോൾ 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കണത്. 3 പ്രാവശ്യമായിട്ട് അങ്ങനെ എടുത്തെടുക്കുകയാണ്. ഒന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് മാറ്റണം. കാരണം കുറച്ച് ഏറെ എണ്ണ ഉണ്ടാവുമല്ലോ. ആ എണ്ണയിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റുക. ആവശ്യത്തിനുള്ളത് മാത്രം ആക്കുക. ഞങ്ങളിപ്പോൾ ഒരു 3 സ്പൂണോളം എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കടുക് ചേർക്കണം. കടുക് ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് ജീരകമാണ് കേട്ടോ. പെരുംജീരകം, ചെറിയ ജീരകമല്ല, പെരുംജീരകം ഇട്ട് അതും നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ട് പിന്നെ അതിലേക്ക് ചേർക്കേണ്ടതാണ് തേങ്ങാക്കൊത്ത് ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് കറിയുടെ കൂടി തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടണം. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴും ഇതിൽ തേങ്ങാക്കൊത്ത് ഇടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ അതിലേക്ക് ഇടേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയാണ് കേട്ടോ. സവാള പറഞ്ഞാൽ വെല്ലുള്ളി. അത് നന്നായിട്ട് വയന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കണേ. അല്ലെങ്കിൽ പിന്നെ കറിക്ക് ഒരു പച്ചക്കടി ഉണ്ടാവും, ഉള്ളിയുടെ പച്ചക്കടി. അത് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല, എനിക്കിഷ്ടമല്ല അത്. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വയന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കണം. പിന്നെ പെട്ടെന്ന് ഉള്ളി വയന്ന് വരാൻ അതിലേക്ക് അല്പം ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വയന്ന് വരുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ശരിയാണ് കേട്ടോ. ഞാൻ ഒരുപാട് പ്രാവശ്യം പ്രയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. പെട്ടെന്ന് വയന്ന് വരും. നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചില ആൾക്കാർ നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ടതിന് ശേഷം തന്നെ ഇടാറുണ്ട്. ചിലർ ഉള്ളി ഇട്ടതിന് ശേഷമാണ്. പിന്നെ അതിലേക്ക് പച്ചമുളകും ചെറിയുള്ളിയും ചതച്ച് വെച്ചാണ് കേട്ടോ ചേർക്കേണ്ടത്. ആ കൂടെ തന്നെ ആവശ്യത്തിന് വേണ്ട കറിവേപ്പിൻ്റെ ഇലയും ചേർക്കുക. ഇതും നന്നായിട്ട് വയന്ന് വരണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വയന്ന് വരണം.
ചട്ടിയുടെ അടിയിൽ കരിഞ്ഞു പിടിച്ചല്ല കേട്ടോ, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ അതിൻ്റെ ബാക്കി വന്ന ഭാഗമൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ പോവും. പിന്നെ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയും ഒപ്പം തന്നെ മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. നേരത്തെ മല്ലിയില പറയാൻ വിട്ടുപോയി കേട്ടോ, കാര്യം തന്നെ വിട്ടുപോയി. എന്തായാലും മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ഇതും കൂടെ ഇതിൽ യോജിക്കണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. വഴന്ന് വന്നതിന് ശേഷം അതിന് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. ഇപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ അല്പം കുരുമുളക് പൊടി ചേർക്കുക. കുരുമുളക് പൊടി ചിക്കനിലും ചേർത്തിട്ടുണ്ടേ, അത് ഓർത്തിട്ട് വേണം ഇവിടെ ചേർക്കാൻ. ചിക്കനിൽ എന്തായാലും ഇത് ഇറങ്ങും. പിന്നെ അതിലേക്ക് ചിക്കൻ മസാല ചേർക്കുക. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ്, ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല, അല്പം. പിന്നെ പെരുംജീരകപ്പൊടിയാണ്, ഇവിടെ പൊടിച്ചിട്ടുള്ള പെരുംജീരകപ്പൊടിയാണ്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ സമയത്ത് ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് അല്പം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പച്ചവെള്ളത്തിന് പകരം തൈര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. തൈരാണ് ബെസ്റ്റ്, പക്ഷെ ഇവിടെ തൈര് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അത് ചേർക്കാത്തത്. അതുപോലെ ചിക്കൻ നമ്മൾ വറക്കാൻ നേരത്തെ ഗ്രേവി ഉണ്ടാക്കുമല്ലോ, അപ്പോഴും പച്ചവെള്ളത്തിന് പകരം തൈര് ചേർത്ത് കൊടുത്താൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഗ്രേവി ഒന്ന് ചൂടായി വരുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആ ഗ്രേവി എത്തണ വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് നല്ലൊരു മണം വരും, അടിപൊളിയാണ്. നമുക്ക് അപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാനും. നന്നായിട്ട് എല്ലാ ഭാഗവും യോജിക്കുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഒന്ന് ഇതായതിന് ശേഷം അതിലേക്ക് ചിക്കൻ കറിക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കുക. ഞങ്ങൾക്ക് കുറച്ച് ചാറ് ഏറെ വേണമായിരുന്നു, അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കുക. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഒരു തിള വരുന്ന വരെ കാത്തിരിക്കുക. ഒന്ന് തിളയ്ക്കുമ്പോൾ 2 സ്പൂൺ കോൺഫ്ലവർ എടുത്ത് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നീർപ്പിച്ചതിന് ശേഷം അത് ഈ കറിയിലേക്ക് ഒഴിക്കുക. ഗ്രേവി ഒന്ന് നന്നായിട്ട് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. കറിക്ക് മുകളിലൊരു പാത്രം വെച്ച് അടച്ചു വെക്കുക. നന്നായിട്ട് അതൊന്ന് വെന്ത് വരുന്ന വരെ അടച്ചു വെച്ചതിന് ശേഷം ആ പാത്രം എടുത്ത് മാറ്റണം. അപ്പം നല്ല അടിപൊളി ഒരു മണം അങ്ങോട്ട് വരും. അപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും കേട്ടോ. നല്ല അടിപൊളി മണമാണ്. ചിക്കൻ കറി പിന്നെ എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ആണല്ലോ. പിന്നെ ഞങ്ങൾ ഇന്ന് കപ്പയാണ് ഉണ്ടാക്കിയിരിക്കണത്. നല്ല നാടൻ കപ്പ കിട്ടി. കപ്പയും ചിക്കൻ കറിയും പപ്പടവും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് വയറ് നിറയോളം കഴിച്ചു. വൈകുന്നേരത്തേക്കും ചിക്കൻ കറി ഉള്ളതുകൊണ്ട് പൊറാട്ട വാങ്ങി. പൊറാട്ടയും ചിക്കൻ കറിയായിരുന്നു വൈകുന്നേരം അടിപൊളിയായിരുന്നു, കുശാലായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കും മറ്റു വിശേഷങ്ങൾക്കുമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്